ഓല അമിഗോസ് തുടരും എന്ന സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഒരു സിനിമേൻ്റെ റിവ്യൂ പറയണത്. അപ്പോൾ എന്തായാലും തെറ്റുണ്ടാവും, കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം, ഓക്കെ? അതെല്ലാം നിങ്ങൾ സഹിച്ചേ പറ്റൂ, ഓക്കെ? ഞാൻ കണ്ടതും എനിക്ക് തോന്നിയതുമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. ആദ്യം തന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ഈസ് ബാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. വേറൊന്നുമല്ല അങ്ങനെ പറഞ്ഞത്. ലാലേട്ടൻ്റെ കഴിഞ്ഞ സിനിമകൾ ഈ എമ്പുരാൻ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും ആവറേജും ബിലോ ആവറേജും ആയിരുന്നു, അറിയാലോ നിങ്ങൾക്ക്. പക്ഷേ ഈ സിനിമ അത് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫാണ് സീൻ, അടിപൊളിയാണ്. അതേപോലെ നമ്മുടെ വില്ലനും അടിപൊളിയാണ്, വില്ലനും നൈസാണ്. ഞാൻ വേറെ പടത്തിലൊന്നും പുള്ളിനെ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് ആരാണെന്ന് എന്താണെന്ന് അറിയില്ല. പക്ഷെ എന്താണെങ്കിലും പുള്ളി വെറുതെ നൈസായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിൽ പിന്നെ മമ്മൂട്ടീൻ്റെ ഡയലോഗൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോഹൻലാൽ. ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലാണെങ്കിലും പൊക്കിയിരിക്കും എന്നുള്ള മമ്മൂക്കാൻ്റെ ബിഗ് ബിയിലെ ഡയലോഗൊക്കെ ഇല്ലേ, അതൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മമ്മൂട്ടീൻ്റെ പടത്തിലെ മറ്റേ പാട്ടില്ലേ, ശാന്തമീ രാത്രിയിൽ, ആ പാട്ടിൽ മമ്മൂട്ടി കളിക്കുന്ന ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ മോഹൻലാലേട്ട കളിക്കുന്നുണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ശോഭന ചേച്ചി അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ചെറിയൊരു റോളിൽ അർശാശോൻ്റെ മോൻ വന്നുകൊണ്ട് ജസ്റ്റ് ഒരു 15 സെക്കൻഡ് സീന്, അത്രേ ഉള്ളൂ മൂപ്പര റോള്. പടം അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് തിയേറ്ററിൽ പോയി കാണണം, അടിപൊളി സംഭവം. ഈ പടത്തിൽ എന്താ പറയുക, കാറിന് വരെ നല്ല റോളുണ്ട്. കാറിന്, പട്ടിക്ക്, അതിനൊക്കെ നല്ല റോളുണ്ട്. എല്ലാ സംഭവം ഉണ്ട്. ഇമോഷൻ ഉണ്ട്, ഫണ്ണി ഉണ്ട്, ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളിയാണ്. ഫൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സംഭവമാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. എൻ്റെ റേറ്റിംഗ് 4/5, ഓക്കെ? അപ്പോൾ റിവ്യൂ ചെയ്യൽ ഇനിയും തുടരും, ഓക്കെ? അഡിയോസ്.